The seventh point is speed to market. അതായത് നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റ് സർവീസ് ആ മാർക്കറ്റ് എത്ര പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഒരു സെയിൽ നടക്കാനുള്ള സാധ്യത എത്രയുണ്ട്. ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബിസിനസ്സിനനുസരിച്ച് ഇപ്പൊ ഒരു വടാപാവ് ആണെങ്കിൽ അത് സെല് ചെയ്യാനുള്ള ഒരു ഈസിനെസ് ഉണ്ട്. നേരെ മറിച്ച് അതൊരു ഇലക്ട്രോണിക് ഷോപ്പ് ആണെങ്കിൽ അത് സെല് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ട്. നേരെ മറിച്ച് അതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും വലിയൊരു പ്രോഡക്റ്റ് ഓർ സർവീസ് ആണെങ്കിൽ എത്ര സ്പീഡിൽ ആ മാർക്കറ്റിൽ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ നമുക്ക് കഴിയും. ഇത് നമ്മൾ പലപ്പോഴും അറിഞ്ഞിരിക്കണം. ഈ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിൽ അതിനനുസരിച്ചുള്ള ക്യാപിറ്റലൊക്കെ നമുക്ക് ബാക്ക് എൻഡിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ മാർക്കറ്റിന്റെ സ്പീഡ് ഓഫ് ബൈയിങ് അത് എത്രയാണ്, ഇത്തരം ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നമുക്ക് എത്ര ടൈം മാക്സിമം എടുക്കും, ഇതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. ഇതില്ലാതെയാണ് പല ആൾക്കാരും ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ വരെ ഒരു സെയിൽസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്ലോ കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപിറ്റൽ സപ്പോർട്ട് നമുക്കുണ്ടാവണം. അതില്ലാതെ വരുമ്പോഴാണ് പല ബിസിനസ്സും മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുന്നത്. സോ ഇതും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്.